ചെയ്ത് ഭർത്താവ് എന്ന വസ്തുവിന്റെ പ്രത്യേകതകൾ, ഉപയോഗങ്ങൾ എന്നതിനെ പറ്റിയാണ്. വർഷങ്ങൾക്ക് മുൻപ് കായികമായി മുന്നേറുന്ന ഇവർ ഇപ്പോൾ കായികമായി ഏറെ പിന്നോക്കം പോകുന്നു. ഏറെ കായികാധ്വാനമുള്ള ജോലികൾ ലൈക്ക് തേങ്ങ ചുരണ്ടൽ, മുറ്റമടിക്കൽ, ചായ അടിക്കൽ ഇതൊന്നും ഇപ്പോൾ ഇവർ ചെയ്യുന്നതേയില്ല. പക്ഷേ ഇന്നിവിടെ നമുക്ക് ഈ ഷോയിലേക്ക് കിട്ടിയിരിക്കുന്നത് ഇതൊക്കെ ചെയ്ത് ഭാര്യയെ സന്തോഷിപ്പിക്കുന്ന 3 ഭർത്താക്കന്മാരെയാണ്. ഈ കായികാധ്വാനം വളരെ സന്തോഷത്തോടെ ചെയ്യുന്ന ഇവരെ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തട്ടെ. മിസ്റ്റർ സിബി, 60 ഏക്കർ തെങ്ങിൻ തോപ്പും അതിനൊത്ത റബ്ബറും 1000 പറയ്ക്ക് വിതയ്ക്കാൻ പാടവുമുള്ള മിസ്റ്റർ സിബിയെ ഞാൻ താൻ ഉത്തരവാദിത്തപൂർവ്വം ചെയ്യുന്ന ജോലികളെ കുറിച്ച് വിശദീകരിക്കാൻ ഞങ്ങളുടെ മാന്യ പ്രേക്ഷകർക്ക് വേണ്ടി ഈ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. വെൽക്കം മിസ്റ്റർ സിബി. കുടുംബ പ്രാരാബ്ധങ്ങൾ ഒരു അവകാശ പെണ്ണിനെ കെട്ടാൻ എന്നെ നിർബന്ധിതനായി. അങ്ങനെ 60 ഏക്കർ തെങ്ങിൻതോപ്പും റബ്ബർ എസ്റ്റേറ്റും 1000 പറ പാടവുമുള്ള ജോമോൾ എന്നെ സ്വന്തമാക്കി. എന്റെ ദിനചര്യകൾ പോലും മാറിപ്പോയ ദിവസമായിരുന്നു അന്നുവരെ. സിബി കുരുളിയായിരുന്നു ഞാൻ. വളരെ പെട്ടെന്ന് തന്നെ സിബി ജോമോളായി കഴിഞ്ഞു എന്നത് ഞാൻ വളരെ വൈകിയാണ് മനസ്സിലാക്കിയത്. ഏത് ലിസ്റ്റിക്ക് വാങ്ങിയാലും ഇങ്ങനെ കട്ട കുത്തിയ പോലെ തോന്നും. ഈട് വാങ്ങി എവരും പോലും പോരാ. സിബി കേൾക്കുന്നില്ലേ? അതെങ്ങനെയാ? എത്ര ഗൗരവമുള്ള കാര്യം പറഞ്ഞാലും മനസ്സെപ്പോഴും ആ പുലിക്കാട്ടിലെ പറമ്പിൽ. എത്തിയേ? അടുത്ത ജെത്തിയായോ? ഒരാലോചന. പയ്യൻ എസ് ഐ ആണ്. എസ് ഐ? അതൊരു നല്ല കാര്യമല്ലേ? കാർന്നൂരടങ്ങ് നടത്താൻ പറ. നീ കളിയാക്കുവാണ്. 15 ലക്ഷം രൂപ 50 ഭവനം വേണം. എവിടെ നിന്നെടുത്ത് കൊടുക്കാനാ? നമുക്ക് ആ 10 സെന്റ് വിറ്റാലോ? ഈ തടവൽ വന്നപ്പോഴേ ഞാൻ ഓർത്തു, പുലിക്കാട്ടിലെ പെണ്ണിനെ കെട്ടിക്കാൻ കിങ്ങിണിമറ്റത്തെ പറമ്പിൽ കണ്ണു വെക്കണ്ടെന്ന് അപ്പോഴേ ഞാൻ പറഞ്ഞിട്ടുള്ളതാണ്. സിബിയെ ചെരുപ്പ് കൊണ്ടെടുത്തേ. ജോമോളെ, ഈ ഒരൊറ്റ പ്രാവശ്യം കെട്ടിച്ചയക്കാൻ ഇനി വേറെ പെങ്ങന്മാരെനിക്കില്ല. ഇവിടെ എന്നെ കെട്ടിച്ചാൽ നമ്മൾ ഫ്രീ ആയി. വേറെ ഒരു മാർഗവും ഇല്ല. പ്ലീസ് പ്ലീസ് പ്ലീസ്. പക്ഷേ ആ ഒരൊറ്റ പ്ലീസിൽ ഞാനിങ്ങനെ കയ്യിൽ ഒരു കുറ്റിച്ചൂലെടുത്ത് തന്നിട്ട് അവൾ പറഞ്ഞു, 300 രൂപ പെണ്ണുങ്ങൾക്ക് കൂലി. നിങ്ങളത് ചെയ്തോണം. ഈ മുറ്റ പെരയൊക്കെ ഒന്ന് വൃത്തിയായിട്ട് കിടന്നോളൂല്ലോ. ഇങ്ങനെ അനുസരണയുള്ള, അനാവശ്യമായി മസിൽ പിടിക്കാതെയുള്ള ഭർത്താക്കന്മാർ എല്ലാവർക്കും ഒരു മോഡലാകട്ടെ. സിബിയുടെ ജോലി അനുകരിക്കാമെന്നുള്ളവർക്ക് sibi.123 എന്ന ഫോർമാറ്റിലേക്ക് SMS ചെയ്യാവുന്നതാണ്. ഓക്കെ. എത്രയോ നല്ല മനുഷ്യരുള്ള ഈ ഭൂമിയിൽ നന്മ വിളിയാത്തത് കഷ്ടം തന്നെ. നമുക്ക് അടുത്തയാളെ പരിചയപ്പെടാം. വെറുതെയല്ല ഭർത്താവിലെ നെക്സ്റ്റ് കണ്ടസ്റ്റന്റ് മിസ്റ്റർ പോളച്ചൻ. വെൽക്കം മിസ്റ്റർ പോളച്ചൻ. നിങ്ങൾ ചായ ഉണ്ടാക്കിയായിരുന്നു അല്ലേ? കൃത്യം പാലും അതിലും കൃത്യമായി മധുരവും ചേർക്കാൻ കഴിവുള്ള ആധുനിക നടന്മാർ മലയാള നാടിന് എന്നും ഒരു അഭിമാനമാണ്. ഞാൻ മിസ്റ്റർ പോൾ വർഗീസ്. പോളച്ചൻ എന്ന നാട്ടുകാർ വിളിക്കും. ഭാര്യം അറിയാമോ? ഞാനൊരു സർക്കാർ ഉദ്യോഗസ്ഥനായിരുന്നു. 10 പൈസ കൈക്കൂലി വാങ്ങാത്ത, ആരെയും വിഷമിപ്പിക്കാത്ത ഒന്നാം തരം സർക്കാർ ഉദ്യോഗസ്ഥനായിരുന്നു. എത്ര സന്തോഷകരമായ ജീവിതമായിരുന്നു ഞങ്ങളുടേത്.
പിള്ളേർ ഇപ്പൊ വരും. ഇന്ന് ഒത്തിരി തിരക്കായിരുന്നു. അതല്ലേ ഞാൻ ബൂസ്റ്റ് ഇട്ട് പാല് തന്നത്. നിന്റെ മുഖം എന്താ ചോർന്നിരിക്കുന്നത്? ഒത്തിരി പണി കൂടുതലുണ്ടോ? ഞാനും വരാം, നമുക്ക് ഒരുമിച്ച് ചപ്പാത്തി വരാം. ഛേ, അതൊന്നും വേണ്ട. ആണുങ്ങൾ ആരെങ്കിലും അടുക്കളപ്പണി ചെയ്യൂ? നിങ്ങൾ നിങ്ങളുടെ പണി ചെയ്യും, അടുക്കളപ്പണി ഞാൻ ചെയ്തോളാം. നിന്റെ അടുത്ത് ചുറ്റിക്കൂടി ഞാൻ വെറുതെ നടക്കണത് തന്നെ എന്തൊരു സുഖം. നീ വന്നേ, ആ വേർപ്പൊക്കെ തുടച്ചേ. നാശം, ഇതാരാണാവും? അതേ പൊളച്ച ഒരു വലിയ വിഷമമുണ്ട്. എന്തു പറ്റി? അതെ, ഈ തവണ ഇത് വനിതാ വാണ്ട. ഞാൻ ഈ കുപ്പായം തയ്ച്ചു വെച്ചത് ഗ്രേസ്. അത് പോട്ടെ, നമുക്ക് പറ്റിയ ഒരാളെ വേണമല്ലോ. അതിനിപ്പോ ഞാനെന്താ ചെയ്യാനാ? പോളച്ചന് മാത്രമേ ചെയ്യാൻ പറ്റൂ. വാർഡിലെ ആളുകൾ ഒരു പേരെ പറയുന്നുള്ളൂ, അത് നമ്മുടെ മറിയാമ്മ. ഏത് പറയാമാ? ഈ നമ്മുടെ മറിയാമ്മ. ഞാനോ? ഇല്ല, ഞാനില്ല. മാനമംഗലം മുനിസിപ്പാലിറ്റി 73 വാർഡിൽ മറിയാമ്മ പോൾ തൊട്ടടുത്ത എതിർ സ്ഥാനാർത്ഥി സരളയേക്കാൾ 240 വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ വിജയിച്ചിരിക്കുന്നു. എന്റെ മക്കളെ, നിങ്ങളുടെ അമ്മ എന്റെ മറിയാം കൈവിട്ടു പോയി എന്നാ തോന്നണേ. എന്താ പോളച്ച, കഞ്ഞി കറി വെച്ചില്ലേ? വേഗം വേണം, മിനിസ്റ്റർ എന്നെ ഗസ്റ്റ് ഹൗസിൽ വെയിറ്റ് ചെയ്യുക. അന്ന് തുടങ്ങിയതാണ് എൻ്റെ ഈ ജീവിതം. 2 കുട്ടികളെ എന്നെ ഏൽപ്പിച്ച് മറിയാമ്മ നാട്ടുകാരുടെ മറിയാമ്മയെ അവർക്ക് വേണ്ടി അവൾ എല്ലാം ഉപേക്ഷിച്ച് നടന്നു തുടങ്ങി. എപ്പോഴെങ്കിലും വീട്ടിൽ വന്നെങ്കിലായി ഞങ്ങൾ നോക്കിയില്ല. അവൾ പദ്ധതികൾ ആവിഷ്കരിച്ച് നടപ്പാക്കിയും വരുന്നു. എത്രയോ വലിയ മനസ്സാണ് ഈ മനുഷ്യന്റെ. സ്വന്തം ജോലി പോലും രാജിവെച്ച് ഭാര്യയെ നാട്ടുകാരെ സേവിക്കാനായി നിസ്വാർത്ഥമായി പറഞ്ഞയച്ച സ്നേഹനദിയായ ഭർത്താവ് എന്നും അനുകരിക്കപ്പെടേണ്ട വ്യക്തിത്വം തന്നെ. നിങ്ങൾ ഇങ്ങനെയാണോ? ആണെങ്കിൽ paul.123 എന്ന ഫോർമാറ്റിലേക്ക് SMS ചെയ്യുക. താങ്ക് യു മിസ്റ്റർ പോൾ. ഓക്കെ, വെറുതെയല്ല ഭർത്താവിനെ നെക്സ്റ്റ് കണ്ടസ്റ്റന്റിനെ പരിചയപ്പെടുത്തുന്നതിന് മുൻപ് ഒരു വാക്ക്. ജീവിച്ചിരിക്കുന്നവരോ മരിച്ചവരോ ആയ ആരെങ്കിലുമായി ഈ എപ്പിസോഡിന് സാമ്യം തോന്നുന്നെങ്കിൽ അത്
ഞാനൊരു TV റിപ്പയർ കട നടത്തുകയായിരുന്നു. UK പോകുമെന്നായിരുന്നു എൻ്റെ ഏറ്റവും വലിയ സ്വപ്നം. അതുകൊണ്ടാണ് UK ജോലി ഉണ്ടായിരുന്ന മോളെ അവൾ അല്പം കല്യാണിയാണെങ്കിൽ കല്യാണം കഴിക്കാൻ തീരുമാനിച്ചത്. UK ഞാനിന്ന് പോവുകയും ചെയ്തു. അവൾക്കവിടെ തിരക്കിട്ട പണി, നമ്മുടെ പണിയൊട്ട് ഏൽക്കുന്നുമില്ല. ഞാനിന്ന് പോന്നാലേ എന്ന് ചോദിച്ചപ്പോൾ കയ്യിൽ കൊച്ചിനെയും എടുത്തു തന്നിട്ട് ടിക്കറ്റ് എടുത്തു തന്നു എൻ്റെ മോളിൽ. നാളെ അവൾ വരുന്നുണ്ട്. എനിക്ക് മോൾക്കും അവളെ കാണാൻ കൊതിയാണ്. കാരണം ഞങ്ങൾ തമ്മിൽ കണ്ടിട്ട് 3 വർഷം കഴിഞ്ഞു. ഇത് എന്താണ് ഇത്? നമ്മളുടെ മോളുടെ അനിയൻ. അനിയോ? ഹായ്, വാവയ്ക്ക് സായിപ്പിന്റെ നിറം. അത് പിന്നെ അവൻ ജനിച്ചത് UK അല്ലേ? ഹാവൂ. അനിൽ, എനിക്ക് തീരെ ലീവില്ല. നാളെ തന്നെ മടങ്ങണം. എന്റെ ബോസ് എനിക്ക് തന്ന അസൈൻമെന്റ്സ് കംപ്ലീറ്റ് ചെയ്യാനുണ്ട്. എത്ര ഉറക്കം വിളിച്ചാൽ ഞാനിതൊക്കെ ചെയ്ത് തീർക്കുന്നെന്ന് അറിയാമോ? അപ്പോ അമ്മ ഇനി വരുമ്പോൾ ഇതുപോലെ വെളുത്ത ഒരു അനിത്യകുട്ടിയെ കൂടി കൊണ്ടുവരാമോ? UK അവൾ അയച്ചിരുന്ന ലക്ഷക്കണക്കിന് രൂപ അവളുടെ പേരിൽ നിക്ഷേപിക്കുക എന്നാണ് എൻ്റെ ജോലി. എന്തായാലും സായിപ്പിൻ്റെ പോലെ വെളുത്ത മകൻ്റെ തൊട്ടിൽ ഞാൻ ഇതുവരെ ഊരി മാറ്റിയിട്ടില്ല. മഹാത്മജ് ഭാരതത്തിന് സ്വാതന്ത്ര്യം നേടിക്കൊടുത്തെങ്കിൽ മിസ്റ്റർ അനിൽ, നിങ്ങൾ സ്വാതന്ത്ര്യം കൊടുത്തത് നിങ്ങളുടെ ഭാര്യയ്ക്ക് തന്നെയാണ്. ഒരർത്ഥത്തിലും അവളെ അപമാനിക്കാത്ത, അവൾക്കെതിരെ ഒരക്ഷരവും ഉരിയാടാതെ അവളെ മൗനം കൊണ്ട് പ്രോത്സാഹിപ്പിക്കുന്ന നിങ്ങൾ ഒരു യഥാർത്ഥ ധീരനാണ്. ഈ ധീരത നിങ്ങളെ കൊതിപ്പിക്കുന്നെങ്കിൽ anil.123 എന്ന ഫോമാറ്റിലേക്ക് SMS ചെയ്യുക. താങ്ക് യു മിസ്റ്റർ അനിൽ. വെറുതെയല്ല ഭർത്താവിന്റെ എപ്പിസോഡുകൾ ഇവിടെ അവസാനിക്കുന്നില്ല. നാളെ കൃത്യം 8:30 വീണ്ടും നിങ്ങളുടെ TV-യിൽ കാത്തിരിക്കൂ. വെറും 24 മണിക്കൂർ. ഇത് ഒരു ന്യൂനപക്ഷത്തിന്റെ അഭിപ്രായ പ്രകടനമാകാം. നിറവുകെട്ട ചില മനസ്സുകളിൽ തോന്നുന്ന ഏത് വികാര വിചാരങ്ങളും ആഘോഷിക്കുവാൻ മാധ്യമങ്ങൾ ഇന്ന് കളമൊരുക്കുന്നു. ഒരു സമൂഹത്തിന്റെ സംസ്കാരത്തിനെയോ നിലനിൽപ്പിനെയോ അത് ബാധിക്കുന്നുണ്ടോ എന്നൊന്നും ചിന്തിക്കാൻ പോലും ഇവർ കൂട്ടാക്കുന്നില്ല. പ്രേക്ഷകരുടെ എണ്ണം കൂട്ടുക എന്നത് മാത്രമല്ല മാധ്യമങ്ങളുടെ ലക്ഷ്യം. എല്ലാ അർത്ഥത്തിലും ഉന്നത മൂല്യമുള്ള ഒരു സന്ദേശം പ്രചരിപ്പിക്കുക എന്ന ഉത്തരവാദിത്വമുള്ള ചുമതല ഏൽക്കുമ്പോൾ മാത്രമാണ് യഥാർത്ഥ മാധ്യമധർമ്മം നിർവഹിക്കപ്പെടുന്നത്.